അനിൽ വിളയിൽ ചേരുന്നു, ഹിന്ദു ഐക്യവേദി നേതാവ്. ശ്രീ അനിൽ വിളയിൽ, നിങ്ങളുടെയൊക്കെ നിലപാടിനുള്ള ഒരു തിരിച്ചടിയാണോ കോടതി നിരീക്ഷണം? അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അയ്യോ, താങ്കൾ തെറ്റായിട്ടാണ് ഈ പറയുന്നതെല്ലാം തന്നെ. അത് അറസ്റ്റ് തടഞ്ഞതല്ല, ട്രാൻസിറ്റ് ബെയിൽ എന്നാണ് സാങ്കേതികമായി നിയമപരമായിട്ട് ഇതിന് പറയുന്നത്. കേരള ഹൈക്കോടതിക്ക് ഈ കേസിൽ ജാമ്യം കൊടുക്കുന്നതിന് പരിമിതി കൊണ്ട് അദ്ദേഹത്തിന് ആ കേസിലെ ഫർഹാൻ ഖാന് മധ്യപ്രദേശിൽ ഹാജരായി ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവിടെ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള സാവകാശത്തിനെയാണ് ട്രാൻസിറ്റ് ബെയിൽ എന്ന് പറയുന്നത്. അല്ലാതെ തടഞ്ഞതൊന്നുമല്ല. അത് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും ട്രാൻസിറ്റ് വേറൊരു സംസ്ഥാനത്തുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസിൽ സാധാരണ കൊടുക്കുന്ന ഒരു ബെയിലിന് പറയുന്ന പേരാണ് ട്രാൻസിറ്റ് ബെയിൽ. അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞതോ ഞങ്ങളുടെ നിലപാടുകൾക്കുള്ള തിരിച്ചടിയൊന്നുമല്ല. മധ്യപ്രദേശ് സർക്കാർ വളരെ വ്യക്തമായ രീതിയിൽ ഇന്നലെ അവിടെ ഹാജരാക്കിയ രേഖകളുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ഹാജരാക്കിയിരിക്കുന്നത് വ്യാജമായിട്ടുള്ള ജനനത്തീയതിയാണ്. അതിന്റെ പ്രസവത്തിന്റെ തീയതി കൃത്യമായി ആശുപത്രി രേഖകളിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ആ വിവാഹം നടന്ന സമയത്ത് ആ കുട്ടിക്ക് 16 വയസ്സും 2 മാസവും 10 ദിവസം മാത്രമേ പ്രായമായിരുന്നുള്ളൂ. അല്ലാതെ ഇത് നിയമപരമായ തിരിച്ചടിയൊന്നുമായിട്ട് അതിനെ കൊട്ടിഘോഷിക്കുന്നത് തെറ്റാണത്. അത് പറയുന്നത്. യെസ്, അങ്ങനെയാവട്ടെ. ഈ ഫർമാൻ ഖാനും ചില രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും അത് മധ്യപ്രദേശ് കോടതി അന്തിമമായി ഈ കേസിൽ പരിശോധന നടത്തും. ആരുടെ രേഖയാണ് കറക്റ്റ് എന്ന കാര്യം പരിശോധന നടത്തുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മധ്യപ്രദേശ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഫർഹാൻ ഖാനും ഇവിടെ ആ കുട്ടിയും ഹാജരാക്കിയ ആ രേഖകൾ തയ്യാറാക്കാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചു എന്നാണ് കേസ് വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇവിടെ ഹാജരാക്കിയ രേഖ വ്യാജരേഖ എന്നല്ല പറയേണ്ടത്. ആ ഹാജരാക്കിയ രേഖ തയ്യാറാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നാണ് കേസ് വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ കുട്ടിയുടെ ഇവിടെ ഹാജരാക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റ് പട്ടികവർഗ കമ്മീഷന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. കൃത്യമാണ്. ആശുപത്രിയിൽ വർഷങ്ങളായി സൂക്ഷിക്കുന്ന രേഖയാണ് പ്രസവത്തിൻ്റെത്. പ്രസവങ്ങളുടെ രേഖയുണ്ട്, രജിസ്റ്റർ ഉണ്ട്. ആ രേഖ അനുസരിച്ചുകൊണ്ട് ഈ കുട്ടി മൈനറാണ്. വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ആശുപത്രിയിലെ രേഖ. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പ്രസവിച്ച സമയത്തെ കുട്ടിയുടെ തൂക്കം, ഗർഭം, എത്ര മാസം പ്രായമുള്ള ഗർഭമായിരുന്നു, ആദ്യ പ്രസവമാണോ സിസേറിയൻ ആണോ തുടങ്ങിയ സർവ്വ രേഖകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അയാൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം അങ്ങ് കൊടുത്താൽ പോരായിരുന്നു. ഇത് അതല്ല. മധ്യപ്രദേശ് ഹൈക്കോടതിയോ മധ്യപ്രദേശിലെ ജില്ലാ കോടതിയോ സമീപിച്ച് ജാമ്യം എടുക്കാൻ വേണ്ടി 1 മാസം സാവകാശം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആർക്കും തിരിച്ചടിയല്ല. ഇത് കൃത്യമായ രീതിയിലുള്ള വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു കേസ് തന്നെയാണെന്ന് വരും ദിവസങ്ങളിൽ തെളിയും. അതാണ് യാഥാർത്ഥ്യം. വ്യാജരേഖയാണോ അല്ലയോ എന്ന കാര്യം കേരള ഹൈക്കോടതി എന്തായാലും നിരീക്ഷിച്ചിട്ടില്ല. മറിച്ച് അവിടെ മറ്റ് ഹൈക്കോടതി മധ്യപ്രദേശിലേക്ക് പോകാനുള്ള ഒരു സാവകാശമാണ് കൊടുത്തത്. ട്രാൻസിറ്റ് ബെയിൽ, അതാണ് സാങ്കേതിക വാക്ക്. ട്രാൻസിറ്റ് ബെയിലാണ് അനുവദിച്ചിരിക്കുന്നത്. അത്രേ ദിവസത്തേക്ക് അയാളെ അറസ്റ്റ് ചെയ്തത്. അതാണ് അതിന്റെ നടപടി. ശരി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഫർമാൻ ഖാന്റെ ആവശ്യം മുൻകൂർ ജാമ്യമായിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്തത്, തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. ഇതിനെതിരെയാണ് മധ്യപ്രദേശ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണിപ്പോൾ തീരുമാനമുണ്ടാകുക. എന്തായാലും 1 മാസത്തേക്ക് അറസ്റ്റ് നടക്കില്ല എന്നുറപ്പാണ്. അതിനിടയിൽ മധ്യപ്രദേശ് കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഫർമാൻ ഖാൻ അടക്കം അവകാശപ്പെടുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കാം. അതിനനുസരിച്ച് മധ്യപ്രദേശ് കോടതിയുടെ തീർപ്പാണ് ഉണ്ടാവുന്നത്. തനിക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്നതാണ് ഫർമാൻ ഖാൻ ഉന്നയിക്കുന്ന ആക്ഷേപം. മറിച്ച് വ്യാജരേഖ ചമച്ചില്ല എന്ന് തുടങ്ങിയ വാദങ്ങളൊക്കെയുണ്ട്. എന്തായാലും കോടതി ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കട്ടെ. അതിൽ തുടർ നീക്കങ്ങൾ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തയിലേക്ക്. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് 3 ആഴ്ച മുമ്പ് മുതൽ തുടർച്ചയായി ശാരീരിക പീഡനം ഏറ്റിരുന്നതായിട്ടാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശരീരത്തിലുണ്ടായിരുന്നത് 50 കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.